ഇന്നത്തെ റെസിപ്പി കലക്കി ചുട്ട പത്തിരി. എൻ്റെ വീട്ടിലിത് ബ്രേക്ക്ഫാസ്റ്റ് മെനുവിലെ സ്ഥിര അംഗമാണ്. പക്ഷെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് പച്ചരിയാണ്. പച്ചരിയിൽ ഇഡ്ഡലി അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് നന്നായി കഴുകി വൃത്തിയാക്കി 3 മുതൽ 4 മണിക്കൂർ വരെ കുതിർത്ത് വയ്ക്കാം. ഈ ഒരു അളവ് അരിയിൽ നിന്ന് നമുക്ക് 14 മുതൽ 16 പത്തിരി വരെ കിട്ടും. ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുതിർത്ത് വെച്ച അരി കൊണ്ടാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പുട്ടുപൊടി ഉപയോഗിക്കാം. കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് അരച്ചെടുത്താൽ മതി. കഴുകി വൃത്തിയാക്കിയ അരി ഊറ്റിയെടുത്ത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരി ഓവർനൈറ്റ് സോക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ മിനിമം 3 മുതൽ 4 മണിക്കൂർ സോക്കിംഗ് വേണം. ഇതിലേക്കായിട്ട് 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ചിരകിയ തേങ്ങ എടുക്കാം. അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് അരിയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ 1 കപ്പിൽ കൂടി പോകണ്ട കേട്ടോ. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അരച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അരയ്ക്കുന്നതിലേക്കായിട്ട് 1/4 കപ്പ് മുതൽ 1 കപ്പ് വെള്ളം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ആണ് ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് വെള്ളം ഒഴിച്ച് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയത്. ഇതിൻ്റെ ടെക്സ്ചറും ശ്രദ്ധിച്ചില്ലേ, കുറച്ച് തരിതരിപ്പായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു അളവിന് 1/2 ടീസ്പൂൺ ജീരകം മാത്രം മതി കേട്ടോ. ഇതിലേക്കായിട്ട് ഒരു 4-5 ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിന് നമുക്ക് ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് 1-2 പൾസ് കൊടുത്താൽ മതി. ഇനി ഇത് നേരത്തെ അരച്ചു വെച്ച മാവിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഈ ജീരകവും ഉള്ളിയും മാവിൻ്റെ കൂടെ അരയ്ക്കാതിരുന്നത്, ഒന്നാമത്തത് അത് പിന്നെ കാണാൻ പറ്റില്ല. ജീരകവും ഉള്ളിയും നല്ലോണം അരഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. രണ്ടാമത്തത് ഉള്ളി നല്ലോണം അരഞ്ഞു കഴിഞ്ഞാലുള്ള ടേസ്റ്റ് വേറെ തന്നെയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ചും ചതച്ചും വെവ്വേറെ ആയിട്ട് എടുക്കുന്നത്. ഉള്ളിയും ജീരകവും പത്തിരിയിൽ ഇടയ്ക്ക് അവിടെ ഇവിടെയായിട്ട് കാണാൻ കിട്ടുന്നത് ഒരു രസമാണ്, ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് ഒരു നല്ല ടേസ്റ്റുമാണ്. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാനോ പുളിപ്പിക്കാനോ ഒന്നും നിൽക്കണ്ട. അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് പത്തിരി ചുട്ടെടുക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടി ഒരു പാൻ അല്ലെങ്കിൽ ദോശച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഫ്ലെയിം ലോ ടു മീഡിയമിലായിരിക്കണേ. പാനിൽ ഒരല്പം എണ്ണയൊഴിച്ച് തടവി കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് എള്ളെണ്ണയാണ്. ഇനി മാവൊഴിച്ച് പരത്തിയെടുക്കാം. തീരെ തിന്നുമായി പോരുത്, എന്നാൽ ഒരുപാട് കട്ടിയായി പോരുത്. ആ ഒരു രീതിയിൽ തവി കൊണ്ട് ജസ്റ്റ് ഒരു കറക്കം, അത്രയും മാത്രം മതി. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരല്പം എണ്ണ വേണമെങ്കിൽ തൂവി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഫ്ലെയിം ലോയിലേക്ക് വെച്ചു കൊടുക്കാം. ഒരു 20 മുതൽ 30 സെക്കൻഡ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സൈഡ് പാകമായി എന്ന് തോന്നുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. ഇത് കണ്ടില്ലേ, മേലെ ഉള്ളിയും ജീരകമൊക്കെ തെളിഞ്ഞ് കിടക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു പത്തിരിയുടെ ലുക്ക്. ഇതായിപ്പോൾ മറുവശവും ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം. ഇതാ കണ്ടില്ലേ, പൊട്ടിയൊന്നും പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മ ഇതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കാറുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് അതും കൂടെ കാണാം. ഒരു 4-5 പത്തിരിക്കുള്ള ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് തേങ്ങ, കൂടെ ഒരു 4-5 കറിവേപ്പില, എരിവിനനുസരിച്ച് വറ്റൽ മുളക്. ഇതിന് പകരം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഒരു 4-5 ചെറിയുള്ളി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെള്ളം ചേർക്കാതെ ഇതേപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കലക്കിച്ചുട്ട പത്തിരിയും ചമ്മന്തിയും റെഡിയാണ്. ഇതൊരു ഗ്രേറ്റ് റെസിപ്പിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊരു കംഫർട്ട് ഫുഡാണ്. രാവിലെ ആയാലും രാത്രി ആയാലും കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊരു പ്രശ്നം ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു ഫുഡാണിത്. ഒരു
പത്തിരി ചമ്മന്തി കോമ്പിനേഷൻ. എനിക്കും ഇതൊരു കംഫർട്ട് ഫുഡാണ്. ഇതിൻ്റെ തിക്നെസ് ശ്രദ്ധിച്ചില്ലേ? ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കുക കേട്ടോ. അപ്പം വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ പത്തിരി ആരൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടെന്നും അതിന് നിങ്ങൾ വിളിക്കുന്ന പേരെന്താണെന്നും ഒന്ന് കമൻറ്റിലിടണേ. അല്ലാത്തവർ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.